നല്ല ചൂട് പൊറാട്ടയും ഗ്രേവിയൊക്കെയുള്ള മസാല ഷവായും കൂട്ടി ഒരു പിടി പിടിച്ചാലോ. വായിൽ വെള്ളം വരുന്നുണ്ടില്ലേ? എനിക്ക് എന്തായാലും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ ചിക്കനിൽ കുറച്ച് സുർക്കയും വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു 2 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. ഇനി ചിക്കനിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാട്ടോ. കുറച്ച് അധികം കാശ്മീരി ചില്ലി ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് അധികം മല്ലിയിലയും ചെറിയ ഉള്ളിയും 2 തക്കാളി എടുക്കുന്നുണ്ട് കേട്ടോ. അതും ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇതൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. സുർക്കയും പിന്നെ നേരത്തെ മുളക് ഇട്ട് വെച്ച വെള്ളം ഉണ്ടല്ലോ അതും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വാട്ടർ ആവണ്ട, ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. പിന്നെ 2 ഇൻഗ്രീഡിയൻസ് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയാണ്, അതും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പെരട്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 hours എങ്കിലും വെക്കാൻ നോക്കണം കേട്ടോ. അപ്പോഴേ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കുള്ളൂ. ഇനിയിപ്പോ എന്താ, ഒരു കുക്കറിൽ ചിക്കൻ എല്ലാം ആഡ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ 1-2 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിൽ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. വേവാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് മൊരിക്കൊന്നും വേണ്ട. അതിന് ശേഷം ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ ഇതും കൂടെ ആ പാനിൽ ഇട്ടിട്ട് ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് പ്ലേറ്റ് ചെയ്യാം. എന്റെ പൊന്നു, അടിപൊളി ടേസ്റ്റ് ആട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതുപോലെ ചട്ടിയിൽ പൊറാട്ട ഇട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഈ ചിക്കന്റെ കൂടെ കഴിച്ചാലുണ്ടല്ലോ സ്വർഗം എന്നൊക്കെ പറയാൻ പറ്റും. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഇത് പൊറാട്ടയുടെ കൂടെ മാത്രമല്ല, നല്ല അടിപൊളി മന്തിയുടെ കൂടെ മയോണൈസിന്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.